സ്നേഹവീടുകൾക്ക് വർണ്ണചാരുത പകരാൻ എത്തിക്കഴിഞ്ഞു AR ട്രേഡേഴ്സ്. പെയിന്റ് ആൻഡ് ഹാർഡ്വെയർസിന്റെ വർണ്ണ വിസ്മയ ലോകം. ഇനി നിങ്ങളുടെ സ്വപ്നം ഞങ്ങളിലൂടെ. വീടുകൾ മനോഹരമാക്കാൻ ബർജർ പെയിന്റിന്റെ വർണ്ണ വിസ്മയ ലോകം തീർത്തുകൊണ്ട് AR ട്രേഡേഴ്സ് പഴയന്നൂരിന്റെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ചു. AR ട്രേഡേഴ്സ് പെയിന്റ് ആൻഡ് ഹാർഡ്വെയർ, പഴയന്നൂർ ഹൈസ്കൂൾ റോഡ്, AR കോംപ്ലക്സ്. ഗെറ്റ്സ് അവാർഡ് 2025 കുറുമല 15-16 വാർഡുകളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഗെറ്റ്സ് ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ തുടർച്ചയായ 50-ാം വർഷവും അനുമോദിച്ചു. ഗെറ്റ്സ് അവാർഡ് 2025 കുറുമല 15-16 വാർഡുകളിൽ SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ഗെറ്റ്സ് ബോയ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. പ്രമുഖ ക്രിമിനൽ അഡ്വക്കേറ്റ് ഹരികിരൺ യോഗം ഉദ്ഘാടനം ചെയ്ത് പ്രഭാഷണം നടത്തി. പിന്നെ എന്തായാലും വലിയൊരു സന്തോഷമുള്ള കാര്യം ഗോപേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛൻ പറയും ടൈപ്പ് ഷോർട്ട് ഹാൻഡ് പഠിക്കുക, അച്ഛനൊക്കെ അങ്ങനെ പോയതാണ് ബോംബെക്ക് കൊണ്ട്. എൻ്റെ അച്ഛനൊക്കെ ഇവിടെ അച്ഛൻ്റെ ചീത്തയേക്കാളും മുടി കൊണ്ട് പോയതാണെന്നാണ് അച്ഛൻ പറയാറ്. പക്ഷേ എന്തായാലും അന്നത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത്ര പരിമിതമായ ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഗൈഡ് ചെയ്യാനോ നമുക്ക് പറഞ്ഞു തരാനോ ആൾക്കാരൊന്നുമില്ല. ഞാനൊക്കെ പഠിക്കുന്ന കാലത്തും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ 10ാം ക്ലാസ് ഇങ്ങനെ വേറൊരു കാര്യം എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാനിതിൽ സമ്മാനദാനം നൽകാനുള്ള ഒരു അർഹനല്ല എന്നുള്ളതാണ്. നേരത്തെ നന്നായിട്ട് പഠിച്ച് മാർക്ക് മേടിച്ച കുട്ടികളാണ്. ഞാനൊക്കെ എത്ര പ്രാവശ്യം എന്തൊക്കെ പരീക്ഷ എഴുതി തോറ്റിട്ടാണ് ആയതെന്നുള്ള കാര്യം എനിക്കറിയില്ല. SSLCക്കൊക്കെ എൻ്റെ മാർക്ക് കേട്ട് കഴിഞ്ഞാൽ ഞാനത് പറയില്ല, നടക്കടാവും. ഇപ്പോൾ എന്നാലും ഒരു 390 മാർക്ക് അന്നത്തെ കാലത്ത്. അപ്പോൾ കുറേ പേര് പറയാം ഡിസ്റ്റിങ്ഷൻ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛമ്മയോട് പറഞ്ഞു, അച്ഛമ്മ ഞാൻ 10ാം ക്ലാസ് ഫസ്റ്റ് ക്ലാസ് കിട്ടി പറഞ്ഞു, ജയിച്ചു. അപ്പോൾ അങ്ങനത്തെ ഒരു നമ്മുടെ നാട്ടിൻപുറത്ത് അതൊരു വലിയൊരു കാര്യമാണ്. പിന്നെ ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചെറുപ്പം LKG ചേർക്കുമ്പോൾ തൊട്ട് രക്ഷകർത്താക്കൾക്ക് വലിയ താല്പര്യം. BTech ആണോ, MBBS ആണോ, MBA ആണോ, അങ്ങനെ പല താല്പര്യങ്ങളും. ഞാനവിടെ SSLCക്ക് 10ാം ക്ലാസ് പാസ്സായതിനു ശേഷമാണ് ഞാൻ ആരോടാ ചോദിക്കേണ്ടതെന്നറിയില്ല, എന്താണ് പറയേണ്ടതെന്നറിയില്ല, ഏത് കോഴ്സിന് പോകണം. അപ്പോൾ അമ്മ അന്ന് പ്രീ-ഡിഗ്രി വരെ പോയിട്ടുണ്ട്. അമ്മ പറഞ്ഞു ഫസ്റ്റ് ഗ്രൂപ്പ് പോയിട്ട് പിന്നെ എഞ്ചിനീയർ ആവാം. അച്ഛൻ പറഞ്ഞു സെക്കൻഡ് ഗ്രൂപ്പ് പോയിട്ട് MBBSനും പോകാം. അപ്പോൾ ഇത് രണ്ടിന് ഞാൻ പോയാൽ ഞാൻ പാസ്സാവില്ല എന്ന് എനിക്ക് അറിയുന്ന ആളായതുകൊണ്ട് പിന്നെ അത് എനിക്ക് അതിനോട് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ അന്ന് പ്രീ-ഡിഗ്രിയാണ്. ഇന്നത്തെ കാലത്തല്ല 4 ഗ്രൂപ്പ്, അങ്ങനെ കോമേഴ്സ്. ഇന്ന് നിങ്ങൾ ഹ്യൂമാനിറ്റീസ് കോമേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ ആർട്സ് 4th ഗ്രൂപ്പ്. അപ്പോൾ 4th ഗ്രൂപ്പിലേക്ക് പോകാമെന്നുള്ളത്. അപ്പോൾ അച്ചാച്ചനൊന്നൊരു ഐഡിയ ഉള്ളതെന്ന് വെച്ചാൽ BCom കഴിഞ്ഞാൽ CAക്ക് പോകും. അച്ചാച്ചൻ ക്ലബ്ബ് മെമ്പർ ഉണ്ണിയടത്തൊടി സ്വാഗതം പറഞ്ഞു തുടങ്ങിയ യോഗത്തിൽ വാർഡ് മെമ്പർമാരായ ജാനകി ടീച്ചർ, VK ഗോപി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. നമുക്ക് പല രീതിയിലുള്ള അറിവുകൾ നമുക്ക് കിട്ടാം. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു അധ്യാപിക നിങ്ങൾക്ക് ഒരു ക്ലാസ് റൂമിൽ ടൈം ടേബിൾ വെച്ചിട്ട് ക്ലാസ് എടുക്കുന്നത് പോലെയല്ല. ഒരു പൊതുവേദിയിൽ അവരുടെ അനുഭവങ്ങൾ പങ്കിടുമ്പോൾ അത് നമുക്ക് കേൾക്കാൻ നമ്മൾ താല്പര്യപ്പെടണം, അത് കേട്ട് മനസ്സിലാക്കണം. അപ്പം അഡ്വക്കേറ്റ് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ഗോപേട്ടനും അധ്യക്ഷം വഹിച്ചിരുന്ന ഗോപേട്ടനും കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരു പ്രീ പ്രൈമറി തൊട്ട് നമ്മുടെ കരിയർ, നമ്മുടെ വീട്ടിലെ അച്ഛനമ്മമാരൊക്കെ അത് നമ്മുടെ കരിയർ എന്താണെന്ന് അവർ നേരത്തെ തീരുമാനിക്കുകയാണ്. ഒരു കുട്ടിയുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരുടെ വൈകാരികമായിട്ടുള്ള അനുഭവങ്ങളും ചിന്തകളും ഓരോ കുട്ടികളും അവരുടെ മനസ്സിൻ്റെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒരിക്കൽ പോലും വീഴാതെ നടക്കാൻ പഠിച്ചവർ ആരും ഉണ്ടാവില്ല. അതുപോലെ ഒരു തെറ്റ് ഒരിക്കൽ പോലും എഴുതാതെ എല്ലാം എഴുതിയത് ശരിയായവരും ഉണ്ടാവില്ല. അപ്പോൾ ഈ A+ നിന്ന് നമ്മൾ താൽക്കാലികമായി അകന്നുവെങ്കിലും നമ്മുടെ സ്വപ്നങ്ങളെയോ ലക്ഷ്യങ്ങളെയോ അകറ്റി നിർത്താൻ ഈ താൽക്കാലിക വിഷമം കാരണമാകരുത്. നമ്മുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ കുന്നോളം തന്നെയാണ്. ആ ലക്ഷ്യം ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നേറുകയും വേണം. തുടർച്ചയായി നല്ല ലക്ഷ്യവും തുടർച്ചയായ പരിശ്രമം ഉണ്ടെങ്കിൽ നമ്മൾ ആ വിജയത്തിലേക്ക് എത്തും. A+ ഒന്നും അവസാന വാക്കല്ല. ഞാൻ എൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു എൻ്റെ കൂട്ടുകാരൻ
വോയിസ് ഓഫ് കുറുമലയുടെ പ്രതിനിധി രഞ്ജിത്ത് തള്ളന്നൂർ, ബ്രദേഴ്സ് നടുത്തറയുടെ പ്രതിനിധി രാധാകൃഷ്ണൻ നമ്പ്യാത്ത, ക്ലബ്ബ് പ്രതിനിധി ദിലീപ് മുണ്ടങ്ങാട്ടിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കുറുമല വേല കമ്മിറ്റി പ്രസിഡന്റ് ഗോപൻ നമ്പ്യാത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ലബ്ബ് ഭാരവാഹി ജൂജു കാരാമ്പുഴ നന്ദി പ്രകാശിപ്പിച്ചു. ക്ലബ്ബ് മെമ്പേഴ്സ് ബിജു നമ്പ്യാത്ത, രാജേഷ് കിഴുപ്പട, അനിൽകുമാർ കിഴക്കേതിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. കലാകായിക രംഗത്തും മറ്റു സന്നദ്ധ സേവന മേഖല രംഗത്തും വോയിസ് ഓഫ് കുറുമലയും ഗെറ്റ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അതുപോലെ തന്നെ പ്രദേശ അടുത്തറയും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒത്തൊരുമയോടെയാണ് കുറുമലയ്ക്ക് വേണ്ടി എല്ലാ പ്രവർത്തന മേഖലകളിലും സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ഈ പ്രവർത്തനം നമുക്ക് കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നാളെ ലോക രക്തദാന ദിനമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ രക്തത്തിന് ഒരുപാട് ആവശ്യങ്ങൾ വരുന്നുണ്ട്. രക്തദാനത്തിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ പേര് കേട്ട ഒരു പ്രവർത്തകൻ ഗെറ്റ്സ് ക്ലബിൻ്റെ ഒരു അംഗം കൂടിയാണെന്നാണ് എൻ്റെ വിശ്വാസം. സന്തോഷപ്പെട്ട് ആളെ മാതൃകയാക്കിയിട്ടും നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകൾക്ക് ആവശ്യമുണ്ട്, പക്ഷെ കൊടുക്കാൻ ആളുകളില്ല. അപ്പോൾ ഈ രക്തദാന മേഖല, അതുപോലെ തന്നെ ലഹരിക്കെതിരെയുള്ള പോരാട്ടം കുറുമലയിൽ ക്ലബിലെ എല്ലാ ക്ലബ്ബുകളും ഇപ്പം നിലവിൽ ബ്രദേഴ്സ് അടുത്തറയും ഗെറ്റ്സും വോയിസ് ഓഫ് കുറുമലയും ചേർന്നാണ് ഒട്ടുമിക്ക പ്രവർത്തനങ്ങളും ഇവിടെ ഏകോപിച്ച് ഏകോദര സഹോദരന്മാരെ പോലെ ഒരുമിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റു മേഖലകളിലും ഇതേപോലെ ക്ലബ്ബുകളുണ്ട്. അവരും കൂടി ഈ കണ്ണിയിൽ പങ്കുചേരണമെന്നും എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമയുടെ കുറുമലയുടെ പൊതുരംഗത്ത് എല്ലാ കാര്യങ്ങൾക്കും മുന്നോട്ട് വരണമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് SSLC +2 വിജയിച്ച എല്ലാവരെയും വിജയാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജൂനിയർ ഗെറ്റ്സ് ബോയ്സിന്റെ നേതൃത്വത്തിൽ ട്രോഫികളും കേക്കുകളും മറ്റും വിതരണം ചെയ്തു. ഫുൾ A+ കിട്ടിയ കുട്ടികൾക്കുള്ള അനുഷ ES, ദീപക് E, അഞ്ജലി TS, അദിത KS. MM 90% മുകളിൽ. ന്യൂസ് ഡെസ്ക് CCV.